സുരേഷ് ഗോപി MP ആകുന്നതിനും മന്ത്രിയാകുന്നതിനും വളരെ മുൻപ് തന്നെ കേരളത്തിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും നിരന്തരമായി സാമൂഹിക പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനായി മുറവിളി കൂട്ടുകയും ഒക്കെ ചെയ്ത ഒരു സോഷ്യൽ വർക്കറാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പല പരാതികളും എത്തിയിരുന്നു. അങ്ങനെ എത്തിയ ഒരു പരാതിയാണ് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടത്. മുല്ലപ്പെരിയാറിൻ്റെ സംരക്ഷണ സമിതി ആളുകൾ അദ്ദേഹത്തെ പോയി കാണുകയും ഇതിന് എന്തെങ്കിലും നടപടി കൈക്കൊള്ളാൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളാൻ കഴിയുമോ എന്ന് ആരായുകയും ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്ക് കഴിയുന്ന പോലെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ താൻ അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു. എന്നാൽ മന്ത്രിയായ ശേഷം ആദ്യം അദ്ദേഹം ചെയ്തത് ISRO ചെയർമാനുമായി ഒരു ചർച്ച നടത്തുകയായിരുന്നു. അതിന് ഏറ്റവും പ്രാധാന്യം കാണേണ്ടത് അത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു എന്നാണ്. മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരു അലർട്ടിലൂടെ എങ്ങനെ ജനങ്ങളെ പെട്ടെന്ന് ബോധവാന്മാരാക്കാമെന്നതായിരുന്നു ആ ചർച്ചയുടെ പ്രധാന വിഷയം. അങ്ങനെ അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് സുരേഷ് ഗോപി കടന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് തമിഴ്നാടും കേരളവും ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റിലെയും നേതാക്കന്മാരുമായി സംസാരിച്ച് ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് താൻ ഉടൻ തന്നെ കടക്കും. എന്തായാലും ഇതിനൊരു പൊതുവെയുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമം താൻ നടത്തുമെന്നാണ്. മറ്റൊരു വിഷയം, അദ്ദേഹം പെട്രോളിയം വകുപ്പ് മന്ത്രിയായിട്ടാണ് ചുമതലയേറ്റത്. പെട്രോളിയത്തിൻ്റെ ചാർജ് എടുത്ത ഉടനെ മലയാളികൾ ചോദിച്ചത് ഇക്കാര്യത്തിൽ ഈ പെട്രോളിയം വിലവർധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു. അതിനും സൊല്യൂഷൻ താൻ കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് സന്ദർശിച്ചിരുന്നു. വിഴിഞ്ഞം പോർട്ടിൻ്റെ നടപടികൾ അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. പെട്രോളിയവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇവിടെയും ചർച്ചയായത് എന്ന് വേണം കരുതാൻ. കാരണം പെട്രോളിയത്തിൻ്റെ വരവ്, ടാക്സ്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു. മാത്രവുമല്ല പെട്രോളിയം ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൊല്ലം, തിരുവനന്തപുരം മേഖലകളിലുള്ള സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു എന്നാണ് അറിയുന്നത്. അവിടെ നിന്നും പെട്രോളിയം ഖനനം ചെയ്താൽ ഇത് പെട്രോളിയത്തിൻ്റെ വില ന്യായമായ രീതിയിൽ കുറച്ചു കൊണ്ടുവരുവാനും കേരളത്തെ അങ്ങനെ പെട്രോളിയം വിലയിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും രക്ഷിക്കാനും കഴിയും എന്നുള്ള ചിന്തയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയുന്നത്. മൂന്നാമതൊരു വിഷയം എയിംസ് ആണ്. എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ കാലമായിട്ട് മലയാളികൾ സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇതുവരെയായിട്ടും യാഥാർത്ഥ്യമായില്ല എന്നത് നമുക്ക് വളരെ ഖേദകരമായി തന്നെ പറയേണ്ട കാര്യമാണ്. എന്നാൽ അദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്ത ആ നിമിഷം തന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലേക്ക് താൻ അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് തന്നെ, അതായത് 5 വർഷത്തിനുള്ളിൽ തന്നെ എയിംസ് കേരളത്തിൽ കൊണ്ടുവരും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങളും അതിനുവേണ്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിനടുത്തുള്ള ഒരു സ്ഥലം, കാലടി ഒക്കൽ ഭാഗത്ത് ഒരു സ്ഥലം അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് കോഴിക്കോടാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യം കാണേണ്ടത് ഇത് നമ്മുടെ വെള്ളൂർ HBC ആയി ബന്ധപ്പെട്ട് പിറവത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി ബന്ധപ്പെട്ട 100 ഏക്കർ സ്ഥലം അതിനായിട്ട് അവിടെ കിടപ്പുണ്ട്. അത് ഇപ്പോൾ ഉപയോഗശൂന്യമായി എന്ന രീതിയിൽ തന്നെ കിടക്കുകയാണ്. ആ സ്ഥലം അക്വയർ ചെയ്യുവാനും അവിടേക്ക് എയിംസ് കൊണ്ടുവരുവാനുമുള്ള ആലോചനകൾ നടക്കുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ വരുമ്പോൾ മലയാളികൾ വളരെയേറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസ്ഥാനത്തെ നോക്കിക്കാണുന്നത് എന്ന് വേണം കരുതാൻ. വളരെ കുറച്ച് കാലം കൊണ്ട് വളരെ ചെറിയ ഒരു തോതിലുള്ള ഒരു സഹമന്ത്രി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ചെയ്യും കേരളത്തിന് വേണ്ടി. കേരളം മാത്രമല്ല, തമിഴ്നാടും കേരളവുമാണ് തൻ്റെ ഹബ്ബായി താൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും മാക്സിമം നേട്ടം കൊണ്ടുവരിക, മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് മാക്സിമം നേട്ടം കൊണ്ടുവരിക എന്നതാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസവും സുരേഷ് ഗോപി പറഞ്ഞത്. വലിയ പ്രത്യാശയോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളികൾ നോക്കിക്കാണുന്നത് എന്നതാണ് ഇപ്പോൾ പറയാനുള്ളത്.